ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ജേണിയിൽ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലുള്ള സിറ്റുവേഷന്. ഏകദേശം 3800 ഗ്രാഫ്റ്റ് വരെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ എൻ്റെ വീഡിയോസും കാണുമ്പോൾ ഓരോ ഡേ ബൈ ഡേ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ 20 ഡേയ്സിന് ശേഷം നമുക്ക് ഈ ചെറുതായിട്ടുള്ള ഈ മുടികൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള മുടികളുടെ ഓരോരോ ഇതിങ്ങനെ കൊഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ കൊഴിച്ചിലുണ്ടാവും, അത് ഈ ഫിക്സ് ചെയ്തിട്ടുള്ള മുടിയുടെ ഭാഗം പോയതിന് ശേഷം പിന്നെ രണ്ടാമത് അത് അതിനുള്ളൊരു ഗ്രോത്ത് വരെയാണ് ഉണ്ടാവുക എന്നാണ് സംസാരിച്ചപ്പോൾ ഡോക്ടറുടെ അടുത്തു നിന്നാണ് കിട്ടിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആദ്യം കുറച്ച് ടെൻഷൻ ആയെങ്കിലും പിന്നീട് ആ ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച ടൈമിലുള്ള എൻ്റെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസും കണ്ടാൽ അറിയാം, ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഈ രീതിയിൽ ഫുൾ കവറിങ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഉൾഭാഗത്തുള്ള കുറേ മുടികളുടെ ഇങ്ങനെ കൊഴിഞ്ഞു പോയ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. പിന്നെ കെയറിങ് നമ്മൾ ഈ 15 ഡേയ്സ് വരെ നമ്മൾ ഇതിൻ്റെ ഒരു ഈ ഹെയർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോക്കും ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ബേബി ഷാമ്പു യൂസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡാൻഡ്രഫിൻ്റെ ചെറിയൊരു ഇഷ്യൂസും വരുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണോ എന്നറിയില്ല, പക്ഷേ എന്തോ ചെറിയൊരു ടെൻഷനാവുന്ന വിധത്തിലുള്ള ഒരു ഫീഡ്ബാക്കാണ് ഇപ്രാവശ്യം ഈ ഒരു 1 മന്തിൽ എനിക്ക് തരാനുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്ക് തിക്നെസ് ഉണ്ട് നഷ്ടപ്പെട്ട ഒരു ഫീല്. ഇനി ഒരു ആഫ്റ്റർ 3 മന്ത് ആകുമ്പോൾ അത് വീണ്ടും പഴയ രീതിയിലേക്ക് വരുമെന്നുള്ള ഒരു അഭിപ്രായം ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോണർ ഏരിയ ഏകദേശം മുടികളൊക്കെ വന്ന് കവറായി. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാപ്പ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അത് ഏകദേശം ഇങ്ങനെ കവറായി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് 1 മന്ത് കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് 1 മന്തിലേക്കുള്ള അപ്ഡേഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ചിലപ്പം 3 മന്തൊക്കെ ആയിട്ട് എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് 3 മന്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഡൗട്ട് പോലത്തെ ഡൗട്ടല്ല, നമ്മൾ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ആയിട്ടിട്ടാണെങ്കിൽ എനിക്കൊന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.